ഞാൻ അപ്രോച്ച് ചെയ്യില്ല ഇനിമേ. ബിക്കോസ് ഞാൻ അപ്രോച്ച് ചെയ്തല്ലേ എനിക്ക് തന്നെ തേച്ചിട്ട് പോയി. വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുകൊണ്ടോ? അതെല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനി ഒരു കുട്ടി ഉണ്ടാക്കണം. ഇത്രയും കാശ് സമ്പാദിക്കുന്ന, ഇത്രയും സംസാരിക്കുന്ന ഒരു കുട്ടിയെ തേടി ആരും വരുന്നില്ല. എന്തിനാ എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഓൾറെഡി ഒരാളെ വെച്ചിട്ടുണ്ടെന്ന്. ശിവാംഗി കൃഷ്ണകുമാർ. ശിവാംഗി കൃഷ്ണകുമാർ. ബെഞ്ചിങ്ങിൽ വല്ല താല്പര്യമുണ്ടോ? എന്ത് ബെഞ്ചിങ്? ബെഞ്ചിങ്ങാ? ആ, അങ്ങനെ നല്ല കുട്ടി കേട്ടോ. എന്റെ ചേച്ചിക്കറിയാം ബെഞ്ചിങ്. ഉണ്ണിമുകുന്ദനോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നാണ് പറഞ്ഞു വന്നേക്കുന്നത്. എനിക്ക് നിറയെ പേരുടെ ക്രഷ് ഉണ്ട്. ഫസ്റ്റ് ഉണ്ണിമുകുന്ദൻ, സെക്കൻഡ് വന്ന് ധ്രുവ് വിക്രം, തേർഡ് വന്ന് മലയാളികളെ കുറെ പേരുണ്ട്, ആസിഫ് അലി. ആ കല്യാണം കഴിഞ്ഞു, കുഴപ്പമില്ല. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണമെന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ല് 1, 30-നുള്ളിൽ 2 ഫിനിഷ്. ഇല്ലേ? അതെ, ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKGന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി ആരവർക്ക് കാശ് കൊടുക്കും? ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. ഡിജിറ്റൽ രംഗത്തെ, ഡിജിറ്റലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അവാർഡ് നിശയിലേക്ക് നമ്മളിവിടെ ഇതാ വീണ്ടും കാലെടുത്ത് വയ്ക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ഡാസ്ലർ എറ്റർണ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026ലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് നല്ലൊരു എനർജിയോടെ, ഒരു കൈയടിയോടെ ഒന്ന് തുടങ്ങിയാലോ? കാരണം ഡിജിറ്റൽ രംഗത്തെ ഏറ്റവും പ്രമുഖരെ ആദരിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു രാവിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിജിറ്റൽ രംഗത്ത് കൃത്യമായിട്ടുള്ള മൈൽ സ്റ്റോൺസ് രേഖപ്പെടുത്തിയിട്ടുള്ള മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ആണ് ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിൻ്റെ 2ാമത്തെ എഡീഷനുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. നമുക്കറിയാം 2025-ലാണ് അന്ന് വരെ ഡിജിറ്റൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന വലിയൊരു താരനിശ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അണിനിരത്തുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇതാ TV അവാർഡ്സ്, എൻ്റർടൈൻമെൻറ്റ് അവാർഡ്സ്, പിന്നെ സുന്ദരികളെ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് സൂപ്പർ സുന്ദരി എന്ന ഷോയും ഒക്കെ ആയിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇതാ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഡെയിലി വ്യൂസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡെയിലി വ്യൂവർഷിപ്പ് ഉണ്ട് എന്നൊരു അഹങ്കാരം കൂടി ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനുണ്ട്. സോ അതുമാത്രമല്ല, മോർ ദാൻ 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ഫാമിലി ആയിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് മാറാൻ സാധിച്ചു. സോ നിങ്ങൾക്ക് മുന്നിലേക്ക് അഭിമാന പുരസ്സരം ഞങ്ങൾ ഇതാ പ്രസന്റ് ചെയ്യാൻ പോവാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റിംഗ് ഡാസ്ലർ എറ്റർണ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2026 സെലിബ്രേറ്റഡ് ബൈ ലെസ്വാൻ എ യുണീക് സിഗ്നേച്ചർ. ഞങ്ങളുടെ ഇന്നത്തെ വെന്യൂ പാർട്ണർ വോക്ക് അവന്യൂ കൺവെൻഷൻ സെൻറ്റർ, ഞങ്ങളുടെ റിഫ്രഷ്മെൻറ്റ് പാർട്ണർ മുസറീസ് ചോയ്സ്, കോ സ്പോൺസർഡ് ബൈ ആച്ചി മസാല ദ മദർ ഓഫ് ഗുഡ് ടേസ്റ്റ്, ഞങ്ങളുടെ ഹനാസ് സ്റ്റുഡൻസ് ഇന്ത്യ, അറബ് എക്സ്പ്രസ് ബിസിനസ് സെൻറ്റർ, പറക്കാട് ജുവൽസ്, കൂടാതെ ഞങ്ങളുടെ ഇന്നത്തെ ട്രാവൽ പാർട്ണർ ടച്ച്, തമീസ്, ഗ്രീൻ പാർട്ണർ ഹാർവിയോറ, IT പാർട്ണർ ബെസ്ലിൻ ടെക്നോളജീസ്. സോ നല്ലൊരു കൈയടിയോടെ നമുക്കൊന്ന് ആരംഭിച്ചാലോ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 2ാമത്തെ തവണയും ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഫാമിലി എന്നെ വിളിച്ചപ്പോൾ ഒരു പൊങ്കാലയൊക്കെ കഴിഞ്ഞ് പൊങ്കാലയുടെ ക്ഷീണം തീർത്ത് ഇന്നിവിടെ എത്തിയിരിക്കുകയാണ്. ഒരു പുതിയ മീരയായിട്ട് എത്തണം എന്നാണ് മൈൽ സ്റ്റോണിൻ്റെ ഫാമിലി എന്നോട് പറഞ്ഞിരിക്കുന്നത്. സോ ദിവസത്തിൽ 2 ട്രോൾ എന്നുള്ളത് മാറ്റി ആഴ്ചയിൽ ഒരു 3-4 ട്രോൾ ആക്കാനുള്ള ഒരു ഉഗ്ര ശബ്ദവുമായിട്ടാണ് ഇന്നത്തെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിൽ ഞാൻ എത്തിയിരിക്കുന്നത്. സോ പൊങ്കാല വിശേഷത്തോടെ ഞങ്ങളുടെ ഇന്നത്തെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ഞങ്ങളിവിടെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. സോ എല്ലാവരും കാണാൻ കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഡിജിറ്റൽ രംഗം കൈയടക്കിയ ആ താരങ്ങൾ ആരാണ് എന്നൊക്കെയാണ്. പല മേഖലയിൽ താരങ്ങളായവരെയാണ് ഇന്ന് ഞങ്ങൾ ഈ വേദിയിൽ ആദരിക്കാൻ പോകുന്നത്. സോ ആദ്യത്തെ അവാർഡിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? ഡിജിറ്റൽ രംഗത്ത് ഏറ്റവും വലിയ അവാർഡ് നൈറ്റ്സ് കണ്ടക്ട് ചെയ്തത്, ലാർജ് സ്കെയിൽ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്തത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് തന്നെയാണ്. സോ അതിനുവേണ്ടി മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഫാമിലിക്ക് ഒരു വലിയ കൈയടി നൽകിക്കൊണ്ടാണ് പേഴ്സണലി ഇന്നത്തെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ഡാസ്ലർ എറ്റർണ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ലെന ചേച്ചിയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആ കാറ്റഗറി ഏതാണെന്ന് ചേച്ചി അനൗൺസ് ചെയ്യുന്നു. കാറ്റഗറി ഇസ് Dazzler Eterna Digital Queen 2025.
ഡാസ്ലർ എറ്റാണ് ഡിജിറ്റൽ ക്വീൻ, ഡിജിറ്റൽ രംഗത്തെ രാജ്ഞി ആരാണെന്ന് നമ്മൾ അറിയാൻ പോകുന്നു. ചേച്ചി, ആരാണ് ആ കിരീടം ചൂടിയ രാജ്ഞി? ആരാണ്? Any guesses? കേട്ടില്ല. ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയ വീഡിയോസ് എല്ലാം തന്നെ സൂപ്പർ സെൻസേഷണൽ, സൂപ്പർ വൈറലാക്കിയ, മലയാളക്കര കീഴടക്കിയ ആ റാണി ആരാണെന്ന്? Shivangi Krishnakumar. ശിവാംഗി കൃഷ്ണകുമാർ. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിലെ ഞങ്ങളുടെ ഡിജിറ്റൽ ക്വീൻ ശിവാംഗി. നല്ലൊരു കൈയടി നൽകാം. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റുകൾ, സെൻസേഷൻസ് ഒക്കെ തന്നെ വീഡിയോസ്. ഇനി സൈചേട്ടനാണ് ഡാസ്ലർ നൽകുന്ന ഗിഫ്റ്റ് കൂടി നൽകുന്നത്. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ലെന മാം ആണ്. ലെന മാം ആണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ആണ് ലെന ചേച്ചി നൽകാൻ പോകുന്നത്. ലെന ചേച്ചി, പ്ലീസ് ഡു ദി ഓണർ. സർട്ടിഫിക്കറ്റ് കൂടി നൽകണം. ഞങ്ങളുടെ ഡാസ്ലർ ഡിജിറ്റൽ ക്വീൻ 2025 ശിവാംഗി കൃഷ്ണകുമാർ. സോ ലെന ചേച്ചി, ഒരു ക്രൗൺ കൂടി ഞങ്ങൾ ഒന്ന് ചൂടിക്കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഡിജിറ്റലിന്റെ തന്നെ താരറാണി ആയതുകൊണ്ട് ശിവാംഗിക്കുള്ള ഒരു ക്രൗൺ സൈചേട്ടനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സൈചേട്ടന്റെ വൈഫിനോട് ഞങ്ങൾ പറഞ്ഞേക്കാം, ഒന്നും പേടിക്കണ്ട, ജസ്റ്റ് ഒരു ക്രൗൺ കൂടി ചൂടി കൊടുക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ഡിജിറ്റൽ ക്വീൻ 2025 ശിവാംഗി കൃഷ്ണകുമാർ. സോ ലെന ചേച്ചി, സൈചേട്ടാ, താങ്ക്സ് എറ്റാൻ. രണ്ടുപേരെയും സീറ്റഡ് ആക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. വളരെയധികം നന്ദിയുണ്ട് ഇവിടെ എന്നെ ക്ഷണിച്ചതിനും എന്നെ ഈ അവാർഡ് തന്ന് ആദരിച്ചതിനും. നിങ്ങളെല്ലാവരുമാണ് ശരിക്കും നമ്മുടെ കൾച്ചറിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ഡിജിറ്റൽ മീഡിയ ക്രിയേറ്റേഴ്സ് ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ചേച്ചിയോടൊപ്പം ഉണ്ട്. താങ്ക് യു സോ മച്ച് സർ ഫോർ ബീങ് ഹിയർ. രണ്ടുപേരും It was actually lovely seeing you together tonight. And Shivangi Krishnakumar. Thank you. God, I was actually longing to meet you out. താങ്ക് യു സോ മച്ച്. Oh wow, ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. എന്താണ് ഈ ഒരു എല്ലാ വീഡിയോസും എങ്ങനെയാണ് ഇങ്ങനെ വൈറലാക്കാൻ പറ്റുന്നത് ശിവാംഗി? അതൊരു ദൈവാധീനം കൊണ്ടാണ്. ആൻഡ് എൻ്റെ കുടുംബം ഭയങ്കരമായിട്ട് പ്രാർത്ഥന എല്ലാം ചെയ്യും. അതുകൊണ്ട് എനിക്ക് വന്ന് ആ ഒരു ബ്ലെസ്സിങ്സ്. ആൻഡ് ഞാൻ ആക്ച്വലി എന്താണെന്ന്, ഇത്ര മലയാളികൾ ഇരിക്കുന്നുല്ലേ, എനിക്ക് ശരിക്കും മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ എല്ലാവരെയും ട്രോളാക്കുന്ന മാതിരി എന്നെ ട്രോൾ ചെയ്ത് എന്നെ അക്സെപ്റ്റേ ചെയ്യില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്ര അക്സെപ്റ്റ് ചെയ്തു, എനിക്ക് അതുവേ വന്ന് ഭയങ്കര സന്തോഷമാണ്. സൂപ്പർ. ആദ്യം ഒരു വലിയ കൈയടി കൊടുക്കാം. കാരണം 25 ഇത്രയും കൂടുതൽ വീഡിയോസിന്, ഇത്രയും ഡെയിലി വ്യൂവർഷിപ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിനായാലും ബാക്കിയുള്ള എല്ലാ ഡിജിറ്റൽ പേജുകൾക്കും കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അത് ഭയങ്കര ഒരു അത്ഭുതം. എന്താന്ന് വെച്ചാൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നായിരിക്കുന്നുല്ലേ, എൻ്റെ വീട്ടിൽ താഴെ വന്ന് ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കൊടുക്കാൻ ഒരു മൂടില്ലായിരുന്നു. ഞാൻ വന്ന് കയ്യിൽ വന്ന് കിട്ടിയ ഡ്രസ്സ് അതെല്ലാം ഇട്ട്, അമ്മ ആണെങ്കിൽ റൂമിൽ വന്ന് ഇറങ്ങി വാടി എന്നെല്ലാം പറഞ്ഞ് എന്നെ തിട്ടി. എന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തത്. ശരിയെന്നോ നോക്കിയാൽ കെന്നയുടെ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ വന്ന് സംസാരിച്ച് ഒരു 3 മണിക്കൂർ ഇൻ്റർവ്യൂ പോയി. പക്ഷേ ആ ഇൻ്റർവ്യൂ കാരനാണ് ഇന്ന് എനിക്ക് വന്ന് കേരളത്തിൽ കുറേ പേർക്ക് എന്നെ അറിയുന്നത്. സൂപ്പർ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കറിയാം ഇത്രയും വ്യൂസിന് ഇത്രയും പൈസയൊക്കെ യൂട്യൂബ് ഡിജിറ്റൽ മീഡിയ തരും എന്ന് നമുക്കറിയാം, ചേച്ചിക്ക് അറിയാം. അപ്പോൾ ഇത്രയും പൈസയൊക്കെ എന്ത് ചെയ്യുന്നു ഈ ചെറിയ പ്രായത്തിൽ? പൈസയാ? ഞാൻ യൂട്യൂബിലിട്ട് ഒരു കുറേ നാളായി, അത്ര ഇടാറില്ല ഇപ്പം. അല്ല, മറ്റുള്ള കാരണം യൂട്യൂബ് ചാനലിലെല്ലാം കൊടുക്കുന്നില്ല യുവർ ഇന്റർവ്യൂ, യുവർ കണ്ടന്റ്. ഞാൻ എവിടെ സമ്പാദിക്കുന്നു? അവരല്ലേ സമ്പാദിക്കുന്നത്. ഒന്നും പൈസയൊന്നും തരുന്നില്ല? ഇല്ല. ഓ മൈ ഗോഡ്. അപ്പോൾ സ്നേഹത്തിന് വേണ്ടിയാണോ ഇത് കൊടുക്കുന്നത്? മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അത്ര ഇന്റർവ്യൂ വ്യൂസ് പോയി, ഒരു പാതി ഷെയർ എനിക്ക് വേണം ആക്ച്വലി. ഓ മൈ ഗോഡ്. ഷാൽവിൻ, മിനിമം 1 കോടിയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിന് കൊടുക്കണം. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു കിരീടത്തിൽ ഇത് ഒതുക്കാന്ന് വിചാരിക്കണ്ട. കറക്റ്റ്. ഞാൻ വന്ന് ഇന്റർവ്യൂവിൽ എന്താ ആക്ച്വലി ഇന്റർവ്യൂ കൊടുക്കുന്നത് എന്താ, നിങ്ങൾക്കൊരു പബ്ലിസിറ്റി, അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്കും ഒരു പബ്ലിസിറ്റിയാണ്. സോ അതുകൊണ്ട് ആ ഒരു ടേംസിൽ നമ്മൾ ഒന്ന് പോയി ജാലിയ സംസാരിച്ചിട്ട് വരണം. ഓക്കെ. പക്ഷേ ഇത്രയും വരുമ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ വൈറ്റ് ഡ്രസ്സിൽ എനിക്ക് തോന്നുന്നു ഈ ഫെയറി ടെയിലെ പ്രിൻസസ് ഒക്കെ വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. ഫെയറി ടെയിലെ പ്രിൻസിനെ പറ്റി പറയണം എന്ന്. ഇത് എവിടെ തിരിഞ്ഞാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്നെ ഒന്ന് വിടുന്നേലപ്പാ. എനിക്കൊന്ന് എന്താന്നാ, ലെന ചേച്ചിയുടെ സ്റ്റോറി സൂപ്പർ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് എവിടെയെങ്കിലും ആരെങ്കിലും എന്നെ ഇന്റർവ്യൂ കണ്ട് എന്നെ വന്ന് സാർ മാരി വന്ന് പ്രപ്പോസ് ചെയ്യും. അത്ര അല്ല, ഒരു ഞാൻ നോക്കുന്നില്ല, വർക്കൗട്ട് ആവുന്നില്ല. ആരെങ്കിലും ഇന്റർവ്യൂ കണ്ട് എന്നെ തേടി വന്നാലേ ഉള്ളൂ. ഇത്രയും സൗന്ദര്യമുള്ള